ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലക്ഷ്മിക്കിന്. അപ്പം നമ്മളിന്ന് വീണ്ടും തൃശ്ശൂർ വന്നിരിക്കുകയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഒരു മാഗസീൻ്റെ കവർ പേജ് ആയിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സ്മൃതി ഫാഷൻ സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് നമ്മൾ സൈമൺ ചേട്ടനായിരുന്നു നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ മാഗസീനൊക്കെ ഇറങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്കത് ഈ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ സ്മൃതി ഫാഷൻ സ്റ്റുഡിയോ ഇത് മാത്രമല്ല ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇത് പോരാണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷം 2 കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു കവർ പേജ് ആയിട്ട്. അപ്പോൾ അതിൽ ചെയ്ത ചേച്ചിമാർക്ക് വരാൻ പറ്റുമായിരുന്നു, പക്ഷെ അവർക്ക് വരാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഞങ്ങൾ 2 പിന്നെ ഞങ്ങളുടെ കൂടെ വേറൊരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു. ആ കുട്ടിക്കും വരാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 ഉണ്ടായിരുന്നു. പിന്നെ ഫോട്ടോഗ്രാഫറായ വിദ്യുത് ചേട്ടൻ, പിന്നെ സാറ ചേച്ചി മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, പിന്നെ നമ്മളുടെ സൈമൺ ചേട്ടൻ. അങ്ങനെ ഞങ്ങളിതേ കുറച്ച് പേരാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അമ്മമാരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളത് അവരൊക്കെ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ എന്തൊക്കെ ഉത്തരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് നമ്മളുടെ തൃശ്ശൂരിലെ കേരളാസ് നമ്പർ 1 ക്ലബ് FM 1048 അപ്പം എൻ്റെ ഫസ്റ്റത്തെ ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം കുറച്ച് ഞാൻ ഇപ്പുറത്ത് നിന്നു, പിന്നെ അപ്പുറത്ത് നിന്ന് എങ്ങനെയൊക്കെയോ സെറ്റായിട്ട് ഞാൻ അങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ നിന്നു. പിന്നെ അവരെന്തോ മൈക്കൊക്കെ കുറച്ചൊക്കെ സെറ്റാക്കി തന്നിട്ട് പിന്നെയാണ് തുടങ്ങിയത്. കേരളാസ് നമ്പർ 1 FM സ്റ്റേഷൻ ക്ലബ് FM 1048 ഞാൻ RJ വിനീതാണ് നിങ്ങളോടൊപ്പം. അങ്ങനെ ഓണത്തിൻ്റെതായിട്ടുള്ള എല്ലാവിധ BGMസും ഇങ്ങനെ മാഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എവിടെ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും ഓണത്തിൻ്റെതായിട്ടുള്ള ആ ഒരു ട്രഡീഷണൽ സ്റ്റൈലുള്ള ആ ഒരു ഫോട്ടോസും പയ്യെ പതൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഓണം മൂഡ്, ഓണം വൈബ് പയ്യെ ഇതാ ഇങ്ങനെ താന്നു തുടങ്ങിയാണ്. പക്ഷേ ഈ ഒരു ഓണം വൈബ് ഓണാക്കുന്നതിൽ ഇത്തരത്തിലുള്ള ഒരു ഫോട്ടോഷൂട്ടുകൾക്ക് പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട് അല്ലേ? നമ്മളൊക്കെ ആ ഒരു സമയം ആകുമ്പോഴത്തേക്കും ഇത്തരത്തിലുള്ള ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നു. ആൻഡ് പറ്റുമെങ്കിൽ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറെയൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ അത്തരത്തിലൊരു ഫോട്ടോസ് എടുക്കുന്നു. അങ്ങനെ ഒരു ഫോട്ടോഗ്രാഫർ വയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും പക്കയാവണം. അതിനുവേണ്ടി മേക്കപ്പ് ആർട്ടിസ്റ്റ് നമ്മൾ വിളിക്കുന്നു. ആൻഡ് ഇതൊക്കെ ഇതിന്റെ ഒരു കൊറിയോഗ്രാഫി ഒക്കെ മൊത്തത്തിലൊന്ന് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു ഷെയർ നമുക്ക് ഇതിനെ ഗൗരവത്തോടു കൂടി തന്നെ കാണുന്ന ഒരാളെ സമീപിച്ചാലോ, എന്നാൽ പിന്നെ ഒരു കിടിക്കൻ ഫോട്ടോഷൂട്ട് ആക്കാം എന്നുള്ള രീതിയിൽ ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു പക്ക ഒരു മനുഷ്യനെ, ആ ഒരു കഴിവുള്ള ഒരു താരത്തെ വിളിക്കുന്നു. ഇങ്ങനെയൊക്കെ ഒരു ഫോട്ടോഷൂട്ട് സംഘടിപ്പിക്കുന്നു. താരകങ്ങളാവുന്നു. സോഷ്യൽ മീഡിയയിൽ നമ്മളങ്ങനെ മിന്നുന്നു. ഓക്കെ, ഇതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. പക്ഷേ ഇതേ ട്രെൻഡിനോടൊപ്പം തന്നെ സഞ്ചരിക്കുന്ന കുറച്ചധികം ആളുകളാണ് ഇന്ന് നമ്മളൊപ്പം വന്നിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു കിടുക്കൻ ഹായും ഹലോയും ഒക്കെ ഒരുമിച്ച് കൂടിയിട്ടിരിക്കുന്ന ഒരു ടീമാണ്. കാരണം ഒരു ഓണമാകുന്ന സമയത്ത് ഇവർ കുറച്ച് ഫോട്ടോഷൂട്ടുകൾ കണ്ടക്ട് ചെയ്തിരുന്നു. ആ ഒരു ഫോട്ടോഷൂട്ടുകളാണ് പല മാഗസിന്റെയും കവർ പേജ് ആയിട്ട് വന്നത് അല്ലേ? അതെ, ഇതിന്റെയൊക്കെ ചുക്കാൻ പിടിക്കുന്ന ഓരോരുത്തരാണെന്ന് നമ്മളിപ്പോൾ ഉള്ളത്. ആൻഡ് അവരെ ഒരു അറ്റത്ത് നിന്ന് മറ്റൊരു അറ്റത്തേക്ക് ഹാജർ തുടങ്ങാണ്. ഓക്കെ, ആദ്യമേ തന്നെ ഇതിന്റെ നെടുന്തൂണായിട്ടുള്ള ഒരു കക്ഷി, നമ്മളോട് പേര് പറയട്ടെ. സ്മൃതി സൈമൺ. ഓക്കെ, സാറ സബിതയാണ് ഇതിന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലേ? ഓക്കെ, വിദ്യുത് പേര് പറഞ്ഞപ്പോ സിമ്പിൾ ആണ്. ഇതിന്റെ ഫോട്ടോഗ്രാഫർ ആണ് അല്ലേ? ക്ഷമയുടെ നെല്ലിപ്പലകയിൽ മേൽ മുകളിലെ തപസ്സിരുന്നു കൊണ്ട് അല്ലേ? ഓക്കെ, ആൻഡ് ആ ഒരു ക്ഷമയുടെ നെല്ലിപ്പലകയിലേക്ക് കയറ്റി ഇരുത്തുന്ന ചില മോഡൽസ് ഉണ്ട്. അവരാണ് ഇനി നമ്മളോടൊപ്പം ഉള്ളത്. ആരൊക്കെയാണ്? ശിവാനി, ഓക്കെ, ആൻലിയ. ആൻഡ് ഇനി മോഡൽസ് ഒരുപാട് പേരുണ്ട് അല്ലേ സൈമൺ ഭായ്? ഓക്കെ, അവര് പലരും ഇന്ന് എത്തിപ്പെട്ടിട്ടില്ലെന്ന് മാത്രം. എത്തിപ്പെട്ടിട്ടില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു ഓണം മൂഡ് ആകുമ്പോ എങ്ങനെയാണ് സ്മൃതി ഭായ് നമ്മൾ ഈ ഒരു ഫോട്ടോഷൂട്ടിലേക്ക് എങ്ങനെയായിരുന്നു, ഈ ഒരു തോട്ടിലേക്കൊക്കെ എത്തിയത് എങ്ങനെയാ? ഇപ്രാവശ്യത്തെ ഓണം മാത്രം എടുക്കാം. എനിക്ക് തോന്നുന്നു ഒരു 3-4 കവർ പേജ് നമ്മുടെ ചിത്രങ്ങളാണ് വന്നിട്ടുള്ളത് അല്ലെ? 3 മാഗസിന്റെ കവർ പേജ് ആണ്. അടിപൊളി, സൂപ്പർ. അതെങ്ങനെയാണ് അല്ല അങ്ങനെ ഒരു തോട്ട് വന്നത്? അല്ല, നമ്മള് ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതായിരുന്നു. എല്ലാവരും ഓണത്തിന് ചെയ്യുന്നതിനെ വിട്ട് നമ്മൾ ഡിഫറെന്റ് ആയിട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ട്രഡീഷണൽ ഡ്രസ്സുകൾ ആണെങ്കിൽ പോലും അതിനൊരു വെസ്റ്റേൺ കൾച്ചർ കൊണ്ടുവരണം. ആ വെസ്റ്റേൺ കൾച്ചർ കൊണ്ടുവന്ന് അതിലെല്ലാം നമ്മൾ പെയിന്റിങ് ചെയ്താണ് ആ ഡ്രസ്സുകളെല്ലാം ഉണ്ടാക്കിയത്. പിന്നെ എംബ്രോയിഡറി ചെയ്തു. അങ്ങനെ ഹാൻഡ് വർക്കിലാണ് ഓൾമോസ്റ്റ് നമ്മൾ ആ വർക്ക് ചെയ്തത്. പിന്നെ അതിനു വേണ്ടിയുള്ള ലൊക്കേഷൻ നമ്മൾ സാധാരണ ഒരു ട്രഡീഷണൽ വീടുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഗതികൾ വിട്ട് വാട്ടർ ഫ്ലൗസ് തിരഞ്ഞെടുക്കാമെന്ന് തീരുമാനിച്ചു. അവിടെ നമ്മൾ സാധാരണ സ്മോക്കൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ പുകയ്ക്കാണ് ചെയ്യുക. ഇത് മാറ്റി നമ്മൾ അധികം പുക വരാത്ത രീതിയിൽ നമ്മൾ ഡ്രൈ ഐസ് ഒക്കെ ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്യാം എന്ന് കരുതി അങ്ങനെയാണ് നമ്മളത് ചെയ്തത്. അടിപൊളി. കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പയ്യെ കിടക്കാം. കേൾക്കൂ ക്ലബ് FM 1048. ഞാൻ RJ വിനീത്. ൊരു ഘടകമായിരുന്നു വെള്ളച്ചാട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് നോയ്സും കൂടിയാണ് അവിടെ. നമ്മൾ നിൽക്കുന്ന ഒരു ഡിസ്റ്റൻസിൽ നിന്ന് അവർക്ക് പറഞ്ഞ് കേൾക്കണം. അതൊക്കെ ഭയങ്കര ടാസ്ക് ഉള്ള ഒരു കാര്യം തന്നെയായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാത്തിനും ചില മാഗസീന് ചില പർട്ടിക്കുലർ ഫ്രെയിമുകൾ വേണം എന്നുള്ളത് കൊണ്ട്
ഒരുപാട് ടാസ്ക് കാര്യങ്ങളാണ്. എല്ലാം നമ്മൾ നോക്കണം. ഇവൻ ഫ്രെയിം, മോഡൽസിന്റെ എക്സ്പ്രഷൻ. ഈ ആ ഒരു പുറകിൽ നിൽക്കുന്ന ഒരു മെയിൻ താരമുണ്ട്, ഇതിന്റെ ആ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് സാറ. ഓക്കെ, അപ്പോ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു ടീം പോകുന്നത് മിക്കപ്പോഴും വെള്ളച്ചാട്ടത്തിലേക്കാണ്. നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ എപ്പോഴും ഒരു ഗ്യാങ് പോലെ എല്ലാവരും ഉണ്ടാവും, കുറെ പേര് മേക്കപ്പ് ചെയ്യാനും. അപ്പൊ ടൈം നിന്നിട്ട് നമുക്ക് തികയുന്നില്ല. ഇവരൊക്കെ ഒരാൾ ചെയ്ത ഒരാൾ അങ്ങനെ എനിക്ക് എപ്പോഴും ഫ്രീഡംസ് ഒക്കെ തരാറുണ്ട്, സജഷൻസും. എന്റെ ഒരു ആ ഒരു ഫ്രീഡത്തിൽ ഞാൻ ചെയ്യും, കുഴപ്പമില്ല. എന്താ പറയാ, ആരെ കിട്ടിയാലും ഞാൻ അന്ന് സുന്ദരന്മാരാക്കും അല്ലേ? അതാണ് ദാറ്റ്. ഓക്കെ, അപ്പോ നമ്മൾ ഈ മേക്കപ്പ് ചെയ്ത് തുടങ്ങാം. അല്ല, തുടങ്ങാം. എന്താ തുടങ്ങാ? ലവ് ഓഫ് 104 പൂനെയിലെ ഞാൻ ആർജെ വിനീതാണ്. അങ്ങനെ ഈ കഴിഞ്ഞ ഒരു ഓണം സീസണില് കുറച്ചധികം ഫോട്ടോഷൂട്ടുകളൊക്കെ നടക്കുന്നു. ആൻഡ് അതിൽ ചില മാഗസീന്റെ ആ ഒരു കവർ പേജ് ആകുന്നു. ആൻഡ് അങ്ങനെ ആയിട്ടുള്ള ചില മുതിർന്ന മോഡൽസ് ആണ് നമ്മുടെ ഒപ്പം ഉള്ളത്. ഹലോ, ഓ, ഇതാരൊക്കെയാണത്? ശിവാനി, ആൻലിയ. ഓക്കെ, എത്രയിലാ പഠിക്കുന്നത് രണ്ടുപേരും? 4th ആൻഡ് 7th. 7th 4th പഠിക്കുന്ന ആ ഒരു വലിയ താരങ്ങളാട്ടോ, വലിയ മോഡൽസ് ആണ് നമ്മുടെ ഉള്ളത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഓണം ആകുന്ന സമയത്ത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടെന്ന് പറയുന്നത് നമ്മളെ തിരഞ്ഞെടുക്കുന്നത്? എങ്ങനെയായിരുന്നു അത്? പറു. അങ്ങനെ ചോദിച്ചാന്ന് പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് നിന്നിലേക്ക് എത്തിയത്? ഇങ്ങട് വീട്ടിൽ പറ. വിദ്യുതേട്ടൻ വിളിച്ച് പറയോ? വിദ്യുതേട്ടൻ വിളിച്ച് പറഞ്ഞു ഒരു ദിവസം ക്ലാസ്സിൽ പോണ്ടാന്ന്. എനിക്കിഷ്ടാണ് പോവാൻ. ക്ലാസ് ചെയ്യോ? അത് ശരി, ബോറടിക്കത്തില്ലല്ലോ. അങ്ങനെയുണ്ട്. ഓക്കെ, എന്നിട്ട് പിന്നെ അവിടെ ചെന്നു. പിന്നെ അവിടെ ചെന്നപ്പോ എന്തായിരുന്നു അവസ്ഥ? പറ. നല്ല വെയിലും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു ഭാഗത്തെത്തിയപ്പോ നല്ല മഴയും. മഴ എങ്ങനെയാ? നമ്മൾ ഇവര് പെയ്യിപ്പിച്ച മഴയാണോ? ഓസില് വെള്ളമൊക്കെ അടിച്ചിട്ട്? അതെ, അതന്നെ. ഓക്കെ, അപ്പൊ ഓസില് പെയ്യിപ്പിച്ച മഴ. വെയില് വരുമ്പോ അകത്ത് കയറും, തണല് വരുമ്പോ പോവും. ഓക്കെ, പുതിയ ഡ്രസ്സൊക്കെ കിട്ടിയോ നമുക്ക്? കിട്ടി. അവിടെ അത് നമുക്ക് ഭയങ്കര ഇഷ്ടമായില്ലേ? ഓക്കെ, എന്നിട്ട് ഈ ഒരു ഫോട്ടോ അടിച്ച് വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിലൊക്കെ വന്നപ്പോ ഫ്രണ്ട്സിനെ എങ്ങനെ കാട്ടി കൊടുത്തേ? ഞാൻ ഫ്രണ്ട്സിനല്ല കാണിച്ചേ, എന്റെ HM സാറിനും മഞ്ജു ടീച്ചർക്കും മൃത്തല ടീച്ചർക്കും ആയിരുന്നു കാണിച്ചത്. അത് ശരി, നമ്മള് ഫ്രണ്ട്സ് അല്ലല്ലോ, ഒരുപടി മേലിലേക്ക് കടന്നിട്ടാണ് കളികള് അല്ലേ? ഓക്കെ, ഇവിടെ എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയോ? ഞങ്ങള് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട്, അതുകൊണ്ട് അവിടെ നിന്ന് വിളിച്ച അല്ലേ വിളിച്ചായിരിക്കും. അപ്പൊ വിളിച്ചിട്ട് പറഞ്ഞു ഇത് ചെയ്യാന്ന്, ഫോട്ടോഷൂട്ട് ചെയ്താലോ, ഓണത്തിന്റെ ബേസ് ആയിട്ട് ചെയ്താലോ ചോദിച്ചു. അപ്പൊ ഓക്കെ പറഞ്ഞു, പ്ലേസ് പറഞ്ഞു, ഞങ്ങള് വന്നു. അപ്പൊ അത്രയും ദിവസം ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ എത്തിയപ്പോ ഫുള്ള് വെയിലായിരുന്നു. എന്നിട്ട് ഞങ്ങള് ഇങ്ങനെ വെയില് നല്ലോണം ഉണ്ടായിരുന്നു. അപ്പം വെയിലില്ലാത്ത സമയത്തൊക്കെ പോയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ശരി. ഓക്കെ, എത്ര ദിവസം ക്ലാസ് കിട്ടിയാൽ ഒരു സൂപ്പർ ചാൻസ് കിട്ടി നമുക്ക്? എനിക്ക് ആ മഴയൊക്കെ കൊണ്ടിട്ട് ഞാൻ 2 ദിവസമൊക്കെ പനി പിടിച്ചിരിക്കുന്ന വിചാരിച്ച, പക്ഷെ ഒന്നും ഒത്തില്ല അല്ലെ? അതിന്റെ ഒരു കുഞ്ഞൻ വിഷമം വലിയ വായിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന 2 മോഡൽസ് ആണ് കേട്ടോ നമ്മുടെ ഉള്ളത്. പേര് പറഞ്ഞേ? ശിവാനി, ശിവാനി ആൻഡ് ആൻലിയ. കേട്ടുകൊണ്ടിരിക്കുന്നത് ക്ലബ് FM 104 പൂനെയിലാണ്. ഞാൻ ആർജെ വിനീത്. ആൻഡ് ഇവിടെ മാത്രം ഇതെന്താത്, രണ്ടുപേരും കൂടി ടൺ കണക്കിന് ഫണ്ട് പറയണം. 1 2 3 ഗോ. ടൺ കണക്കിന് ഫൺ. ഈ രണ്ടാമത്തെ ആളെ എവിടെയാ? ഇല്ല, ഇതുപോലെ ടൺ കണക്കിന് ഫണ്ട് പറയണം. 1 2 3 ഗോ. ടൺ കണക്കിന് ഫൺ. പാട്ടും പഠിച്ചിട്ടുണ്ടോ? ഞങ്ങള് 3 പേരും ആദ്യം കണ്ടപ്പം ആദ്യമൊക്കെ ചെറിയ മടി ഉണ്ടായിരുന്നു, പിന്നെ കമ്പനി. പിന്നെ ഞങ്ങളിവിടെ മേക്കപ്പ് ചെയ്തോണ്ടിരിക്കും. ഞാനായിരുന്നു ആദ്യം ശിവാനി ചെയ്തു മേക്കപ്പ് ചെയ്തിട്ട്. പിന്നെ ദേവ അത്ര ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കുട്ടിയല്ലേ, അപ്പൊ അത്ര ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനിവിടെ ലാസ്റ്റ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ചെയ്തോണ്ടിരിക്കുമ്പോ ഇവര് ഒരേ റീലെടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ആ കുട്ടി വന്നിട്ടുണ്ടെങ്കിൽ ദേവന് ഭയങ്കര മടിയായിരുന്നു ആദ്യമൊക്കെ. പിന്നെ നാണം വന്നിട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് കാലിന്റെ അടിയിൽ ഇട്ടിട്ടാണ് ചിരിപ്പിച്ചേന്ന് ഫോട്ടോയ്ക്ക് വേണ്ടിട്ടല്ലേ? നിങ്ങൾ രണ്ടുപേരല്ല, മറ്റൊരു മൂന്നാമത്തെ കക്ഷി കൂടി ഉണ്ടായിരുന്നു. ആളാണ് ദേവു അല്ലെ? എന്നിട്ട് ഞാൻ ചോദിച്ചോട്ടെ, ദേവിന്റെ ഒപ്പം നിങ്ങള് ഫോട്ടോഷൂട്ട് ആണോ അതോ റീൽസ് എടുക്കലാണോ കൂടുതൽ നടന്നത്? അങ്ങനെ ചോദിച്ചാൽ റീൽസ് ആണ്. ഓക്കെ, അപ്പം നമ്മളുടെ
ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നത് RJ വിനീത് ചേട്ടനായിരുന്നു. അപ്പോൾ നമ്മളുടെ ഇൻ്റർവ്യൂ വന്നിട്ട് ഉച്ചയ്ക്കായിരുന്നു. അപ്പം ഫുഡ് കഴിക്കാനൊന്നും അധികം ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ബസ്സിനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബസ്സിൽ വന്ന് ഞങ്ങൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി. അതിന് ശേഷം അവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ടായിരുന്നു. അപ്പം ഇവിടേക്ക് നടക്കേണ്ട ദൂരം ഉള്ളതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരമൊക്കെ നടന്ന് അപ്പം ഈ ഒരു തൃശ്ശൂർ ഫുള്ള് ഞാനത് അടിച്ചു വരിയിട്ടാണ് വന്നത്, അതിൻ്റെ ഇത്രയും വലിയ പാവാട വെച്ച്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരമൊക്കെ നടന്ന് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു ആദ്യം. പിന്നെയാണ് ടൈമില്ല, പെട്ടെന്ന് തന്നെ എത്തണം പറഞ്ഞപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പോയി. അപ്പോൾ ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങളിതേ ഇറങ്ങി ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു കടയിൽ കയറി അവസാനം ഞങ്ങളതേ ഫുഡ് മേടിച്ചു. അപ്പോൾ അമ്മ ആദ്യം മേടിച്ചിട്ടുണ്ടായിരുന്നത് ചോറായിരുന്നു, മീൽസ് ആയിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ അടുത്ത് ആദ്യമൊക്കെ വേണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മീൽസ് മതിയോ അത് മേടിച്ചാൽ മതിയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വേണ്ട, എനിക്ക് ബിരിയാണി മതി പറഞ്ഞു. അപ്പോൾ ഞാൻ ചിക്കൻ ബിരിയാണി മേടിച്ചു. അമ്മ ചിക്കൻ കഴിക്കത്തില്ല, ചിക്കനും ബീഫൊന്നും കഴിക്കത്തില്ല, പക്ഷേ വെജിറ്റേറിയൻ അല്ല, എന്നാൽ പിന്നെ നോൺ വെജ് കഴിക്കില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് അമ്മ നിൽക്കുന്നത്. മുട്ടയും മീനൊക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളെ ആ ഒരു ഫുഡൊക്കെ ഞങ്ങൾക്ക് കിട്ടി. എനിക്ക് ആദ്യം എൻ്റെ പൊരിഞ്ഞ് തീറ്റ കണ്ടിട്ടാണെന്ന് തോന്നുന്നു, എനിക്ക് ആദ്യം പാത്രം മാത്രം വെച്ച് തന്നു. പിന്നെയാണ് ഞങ്ങൾക്കിത് ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അമ്മയ്ക്ക് പെട്ടെന്ന് തന്നെ ഫുഡും കിട്ടി, എല്ലാം കിട്ടി, അമ്മ സെറ്റായിരുന്നു. പിന്നെ കഴിച്ചു നോക്കിയപ്പോഴാണ് അറിഞ്ഞത് അത് അത്ര വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല എന്ന്. പിന്നെ അമ്മ എൻ്റെ അടുത്ത് വെറുതെ മീൽസ് മതിയോ ചോദിക്കണ്ടായിരുന്നു. ഞാൻ വേണ്ട, എനിക്ക് ബിരിയാണി എന്നെ മതി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കിട്ടി. ഞങ്ങൾക്ക് അവസാനം ഞാൻ കഴിക്കാൻ പോവാണ്. എനിക്ക് ആദ്യം അമ്മ കഴിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യം തോന്നി എനിക്കത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ നല്ലോണം ടേസ്റ്റ് കുറവുണ്ടായിരുന്നു. അധികം കറികളൊന്നും ഉണ്ടായിരുന്നില്ല. പപ്പടം പോലെ അവർ നേരെ വെച്ച് തന്നില്ല. അങ്ങനെ ഞങ്ങളത് എൻ്റെ ബിരിയാണി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ചിക്കനായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ആയി തോന്നിയത്. നല്ലോണം ഉണ്ടായിരുന്നു ചിക്കൻ. പിന്നെ എനിക്ക് ആദ്യം കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ കഴിച്ചുകൊണ്ടേയിരുന്നു. എനിക്ക് ആ ഒരു ചോറ് എനിക്ക് അത്ര ഇഷ്ടമായില്ലെങ്കിലും ആ ഒരു ചിക്കൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ അവസാനമൊക്കെ എത്തിയപ്പോഴേക്കും ഞങ്ങൾ ചിക്കൻ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ട് എരിവ് എനിക്ക് കയറി. അത് എവിടെ നിന്നാണ് എരിവ് വന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പം തന്നെ ഞാൻ പോയി കൈ കഴുകി. അങ്ങനെ ഞങ്ങളിതേ വീണ്ടും വീട്ടിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ഞങ്ങളിതേ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളിതേ 2-3 ബസ് കയറണം. അപ്പോൾ ഞങ്ങൾ വടക്കഞ്ചേരിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതേ തൃശ്ശൂർ ബസ്സിലാണ് ഞങ്ങളിതേ കയറിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ ബസ്സിൽ പോയ അമ്മമ്മൻ്റെ വീട്ടിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ വണ്ടി കയറി പിന്നെ ഞങ്ങൾ അമ്മമ്മൻ്റെ വീട്ടിലെത്തി. അപ്പോൾ നമ്മൾ വീഡിയോ എത്ര ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.